മായമില്ലാത്ത ഭക്ഷണം ന്യായവിലയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇത്ര വലിയ തെറ്റാന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. മൃണാലിന്റെ ഹംഗ്രി മൃണാൽ കോൺസെപ്റ്റ് ഈസ് ഗുഡ്, ബട്ട് പ്രൊമോഷൻ ചെയ്യുന്ന തന്റെ നാവ് അല്ലെങ്കിൽ തന്റെ അറഗൻസ്, തന്റെ ആറ്റിറ്റ്യൂഡ്, അതാണ് ഈ സാധനം പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ പണി വാളിക്കുന്നത്. മൂപ്പരന്നെ ആരെയോ കൂലിയും കൊടുത്ത് ക്യാമറാമാനും വെച്ച് ഒരു സൈഡിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യിക്കുക. മൂപ്പരന്നെ പോയിട്ട് ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്നു. ഇതിപ്പോ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരും നാട്ടുകാരുമാ. ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആള് പറഞ്ഞത് ഭക്ഷണം വളരെ നല്ലതാണ്, പക്ഷെ മൃണാള് മിണ്ടരുതെന്നാണ്. താൻ ഇത്രയും തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവിടെ ഇവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്നിട്ട് ഈ വക സ്വന്തം അരിക്ക് വേണ്ടി എന്ത് അക്രമം ചെയ്യാതെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യൂടെ? ഒന്ന് പോടാ കൊച്ചനെ, കളരി പലതും കണ്ടവനായി വെണ്ടറ്, വേറെ വല്ല നമ്പർ കൊണ്ട് ഇറക്കി വിട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അരി വാങ്ങിച്ചു കൊടുക്കാൻ ആലോചിച്ചൂടെ? എന്തെങ്കിലും ഉപകാരം ചെയ്തൂടെ? നാട്ടില് വെള്ളപ്പൊക്കൊക്കെ അല്ലേ? ഇത്ര നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന ആൾക്ക് മിണ്ടാൻ അവകാശമില്ലേ? ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അയാൾക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? ആ പറഞ്ഞ പോയിന്റ് ആട്ടോ. മിണ്ടാതെ നിശബ്ദനായിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇയാളെ ഫോളോ ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ട്. അയ്യോ ആശാനെ, ഇയാൾ അത്രക്കാരനല്ല, പഞ്ചപാവ. ഇവരൊക്കെ റിവ്യൂ ചെയ്യുന്നത് അവരവരുടെ അരി വാങ്ങിക്കാനാണ്, ആ കാശിന് വേണ്ടി മാത്രം. എന്നെപ്പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 100 കണക്കിന് കുടുംബങ്ങൾക്ക് അരി എത്തിക്കാനാണ്. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. ഞങ്ങൾ അരി എത്തിക്കാനും ശ്രമിക്കുന്നത്, മുടക്കാൻ ശ്രമിക്കുന്നില്ല. ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഒരാൾക്ക് റിവ്യൂ ചെയ്ത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് പേരുടെ അരി മുടക്കുന്നത് ശരിയാണോ? ഇതൊക്കെ തന്നെ എന്റെ പണി. എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്.